ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചുവപ്പ് ചീര വെച്ച് പരിപ്പും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തോരൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ചീര തോരൻ ഉണ്ടാക്കാനായിട്ട് 2 കെട്ട് ചുവപ്പ് ചീരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത ശേഷം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിലോട്ട് ആദ്യം അല്പം ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നീട് വെന്ത് വരുമ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 25 ചുവന്നുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും ചുവന്നുള്ളിയും എല്ലാം നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയം നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ചില്ലി കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് നല്ല എരിവുള്ളത് കൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. മുളകെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് ചീര ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. മുളകെല്ലാം നന്നായി തന്നെ ചീരയിലൊന്ന് പിടിച്ച് വരണം. ഇപ്പം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിനുള്ളിൽ വെച്ചിട്ട് മൂടി വെച്ചൊരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയും തുറന്ന് നോക്കാം. ഇപ്പോൾ ചീര നന്നായി തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് 1/4 കപ്പ് പരിപ്പെടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഓവറായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതിയാവും. വെള്ളമല്ലാതെ പരിപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചിരകി വെച്ച 1/2 കപ്പോളം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ഇതിലുള്ള വെള്ളം എല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമുക്ക് ഈ സമയം നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചീരയെല്ലാം നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നന്നായി ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി ഡ്രൈ ആയി സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചീരത്തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. എല്ലാവരും അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.